Hi all, myself Dr. Likhil. Identification. So, identification is a psychological process by which an individual unconsciously adopts the characteristics, values, emotions, attitudes, behaviors of another person, usually someone who is admired, feared, valued, loved, or considered important in life. സോ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി താൻ സ്നേഹിക്കുന്നതോ ആശ്രയിക്കുന്നതോ ബഹുമാനിക്കുന്നതോ ശക്തനായി കരുതുന്നതോ ആയ മറ്റൊരാളുടെ ചിന്തകൾ, മൂല്യങ്ങൾ, വികാരങ്ങൾ, ജീവിതശൈലി, പെരുമാറ്റ രീതി എന്നിവ അൺകോൺഷ്യസ്ലി ബോധപൂർവമല്ലാതെ, ഐ റിപ്പീറ്റ്, ബോധപൂർവമല്ലാതെ സ്വന്തം വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. സോ കമ്മിങ് ടു ദി മലയാളം മൂവി ബാലൻ ദി ബോയ്, തൻ്റെ കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്ന അമ്മയെയും ആ കഥ വളരെ ആസ്വദിച്ച് കേൾക്കുന്ന ഒരു കുട്ടിയെയും കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. തുടർന്ന് അമ്മ എന്തോ ക്രൈം ചെയ്ത് ജയിലിലാണെന്നും ഈ അമ്മ കുട്ടിയെ ജയിലിനകത്ത് വെച്ച് വളർത്തുകയാണെന്നും നമുക്ക് കാണാൻ പറ്റും. സോ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നാൾ പോയി അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം വരികയാണ്. അപ്പം അങ്ങനെ അമ്മയും മകനും കൂടെ പുറത്തിറങ്ങി ഒരു വഴിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു തെരുവ് നായയെ കാണുകയാണ്. അപ്പോൾ ഈ കുട്ടി വളരെ കൗതുകത്തോടെ നായ എന്ന് അമ്മയോട് പറയുകയാണ്. അപ്പോൾ വളരെ പുച്ഛത്തോടെ പട്ടി എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് അമ്മ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബിഹേവിയറിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ ശ്രമിക്കാം. ഒന്ന്, തൻ്റെ താഴെയാണെന്ന് ഉറപ്പുള്ള, തനിക്ക് യാതൊരു പ്രയോജനം ഇല്ല എന്ന് തോന്നുന്ന ഒരു ജീവിയെ വളരെ പുച്ഛത്തോടെ മാത്രം കാണുന്ന ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ. അല്ലെങ്കിൽ ഇതുവരെ തന്നെ മാത്രം കൗതുകത്തോടെ കണ്ടിരുന്ന തൻ്റെ മകൻ പുതിയൊരു ജീവിയോട് അല്ലെങ്കിൽ പുതിയൊരാളോട് കുറച്ചൊരു കൗതുകമൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോൾ ഉള്ള അമ്മയുടെ ബിഹേവിയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ എനിവേ അവർ അങ്ങനെ പോയിട്ട് അവിടെ അടുത്തുള്ള ഒരു കടയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ആ കടയിൽ വയസ്സായ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നും തനിക്ക് അവിടെ ഒരു അഭയം കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഈ അമ്മ ഭക്ഷണം കഴിച്ചതിൻ്റെ കാശ് എൻ്റെ കയ്യിലില്ല എന്ന് കള്ളം പറയുകയും എനിക്കൊരു ജോലി തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് സംശയിച്ച് നിൽക്കുന്ന ആ അച്ഛൻ്റെ മുന്നിലേക്ക് ഈ അമ്മ തൻ്റെ മകനെ ഇങ്ങനെ നീക്കി നിർത്തുന്നുണ്ട്. അതായത് താനൊരു നിസ്സഹായയായ അമ്മയാണ് എന്ന് ആ അച്ഛന് തോന്നണം എന്ന ഉദ്ദേശത്തോടെ അങ്ങനെ ചെയ്യുകയാണ്. സോ വളരെ മാനിപ്പുലേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം വളരെ സെൽഫിഷായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരു നാർസിസ്റ്റ് അവിടെ ഉണ്ട് എന്നൊരു സൂചന നമുക്ക് വീണ്ടും കിട്ടുകയാണ് സിനിമയിൽ. സോ അങ്ങനെ അവര് അവിടെ നിൽക്കുന്നുണ്ട്. അവരോട് കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്ത് അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇവരോട് ഒരു സ്നേഹവും അനുകമ്പയൊക്കെ തോന്നിയ ഈ അച്ഛൻ തൻ്റെ മകളും കൊച്ചുമകനുമായിട്ട് വീട്ടിലേക്ക് വരണമെന്ന് അവരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയും മകനും അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ആ സ്ഥലത്ത് നിന്ന് പുതിയൊരു സ്ഥലത്തേക്ക്, പുതിയൊരു ഐഡന്റിറ്റിയിൽ, പുതിയ പേരിൽ പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു ഓട്ടവും ഐഡന്റിറ്റി ചേഞ്ചും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാള് എത്തി നോക്കാനുള്ള അല്ലെ അടുത്തേക്ക് വരാനുള്ള ഒരു സാധ്യത വരുമ്പോഴൊക്കെ വളരെയധികം ഹൈപ്പർ വിജിലൻ്റ് ആയിട്ട് എല്ലാവരോടും ഒരുപോലെ ആ ഒരു ഹൈപ്പർ വിജിലൻസ് നിലനിർത്തിക്കൊണ്ട് ഇവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അത് കഴിഞ്ഞ് ഇവർ അങ്ങനെ ഓടി ഒരു വയസ്സായ ഒരു അമ്മമ്മ മാത്രമുള്ള ഒരു വീട്ടിലോട്ട് ജോലിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അവർ കുറച്ച് നാൾ നിൽക്കും. അവിടെ വെച്ചിട്ട് ബാലൻ സ്കൂളിൽ പോയി തുടങ്ങും. ആൻഡ് ഇപ്പൊ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടത്തിനിടയ്ക്ക് തനിക്കൊരു ത്രെട്ടായിട്ട് വരില്ല എന്ന് തോന്നിയ ഒരു ആദ്യത്തെ വ്യക്തി ചിലപ്പോൾ ഈ അമ്മമ്മയായിരിക്കും. അപ്പോൾ അവിടെ വെച്ചിട്ട് തൻ്റെ കഥ എന്ന രീതിയിൽ ഈ അമ്മ ഒരു രാക്ഷസന്റെയും അടിമയുടെയും
കഥ അവിടെ പറയുന്നുണ്ട്. കൂട്ടത്തില് തൻ്റെ മകൻ അവന്റെ അച്ഛനെ പോലെ രാക്ഷസനോ തന്നെ പോലെ അടിമയോ ആയി പോകുമോ എന്നൊരു പേടിയും അവിടെ പറയുന്നുണ്ട്. പക്ഷേ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടത്തിനിടയിൽ, അടിമയാകാതിരിക്കാനുള്ള ശ്രമത്തിനിടയിൽ താനൊരു രാക്ഷസനായി മാറുന്നത് ഈ അമ്മ അറിയുന്നില്ല. മേ ബി ഞാൻ ആദ്യം പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ എന്ന അൺകോൺഷ്യസ് ലേണിംഗ് ആ അമ്മയ്ക്കും സംഭവിച്ചിട്ടുണ്ടാകാം. സോ ആർക്കാണ് അവര് രാക്ഷസനായി മാറുന്നത്? അവരുടെ മകന്, ആ ബാലനാണ് അവര് രാക്ഷസനായി മാറുന്നത്. ആ അമ്മയുടെ മകൻ എന്നതിൻ്റെ അപ്പുറത്ത് സ്വന്തമായി ഒരു പേര് പോലും പറയാനില്ലാതായ ആ ബാലനാണ് അവര് രാക്ഷസനായിട്ട് മാറുന്നത്. ആ അമ്മയുടെ ഹൈപ്പർ വിജിലൻസും മറ്റ് ട്രെയ്റ്റ്സും ഒക്കെ ആ കുട്ടി എത്രത്തോളം അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സിനിമയിൽ പിന്നീട് കാണാം. സോ താൻ ആരാണെന്ന് ഉള്ള ഒരു ചോദ്യം വരാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുന്നതും, അവനെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് മാറി മാറി വന്ന് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഒന്നും പറയാതിരുന്നിട്ട് ഒരുപാട് കള്ളത്തരങ്ങളുള്ള, ലോകത്തോട് കള്ളം പറയുന്ന അബ്ബ എന്ന ക്യാരക്ടറിനെയാണ് അവന് ട്രസ്റ്റ് ചെയ്യാൻ പോലും തോന്നുന്നത്. സിനിമയില് പെറ്റമ്മയുടെയും വളർത്തച്ഛൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവനെ സ്നേഹിക്കുന്നതായിട്ടാണ് അവർ പോലും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ബാലന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇവരെയൊക്കെ നോക്കിയാല് അവരവർക്ക് വേണ്ടി അല്ലാതെ, ഏറ്റവും സെൽഫിഷ് ആയിട്ടല്ലാതെ ആ കുഞ്ഞിന് വേണ്ടി അവനെ കാണാൻ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തെ പരിഗണിക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. നമ്മളും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണുന്നവരാണ്. നമ്മുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാടുകൾ, ചുറ്റുമുള്ള മനുഷ്യര് നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ ചുറ്റുമുള്ളവരെ, ചുറ്റുപാടിനെ പഠിപ്പിക്കുന്നതുമായ ഐഡന്റിഫിക്കേഷൻ എന്ന ബയാസിലാണോ നമ്മളും ജീവിക്കുന്നത്?